സുഹൃത്തുക്കളെ, നമ്മുടെ നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ്റെ അവിടെ ഒരു സൈക്കിൾ കണ്ട് വണ്ടി നിർത്തിയതാണ്. ഇത് കണ്ടോ, എഴുതിയേക്കുന്നത് കണ്ടോ, കേരള ടു കാശ്മീർ, 14 ഡിസ്ട്രിക്ട് ആൻഡ് 28 സ്റ്റേറ്റ്സ്. പിന്നെ ഇതിലൊരു അതിഥി കൂടെ ഉണ്ട്. ഇതൊക്കെ ഒരു കുഞ്ഞ് പപ്പിക്കുട്ടി ഉണ്ട്. പിന്നെ ഒരു ചെരുപ്പ് കൂടെ കാണുന്നുണ്ട്. ഇവിടെ അടുത്ത ആരോ ഒരാളുണ്ട്, ഒരു സൈക്കിൾ യാത്രയിലാണ്. നമുക്ക് അയാളെ പരിചയപ്പെടാം. നമുക്ക് അതിൻ്റെ ഉള്ളിൽ ആളുണ്ട്. നമുക്ക് ഇതാ മുപ്പര് വരുന്നുണ്ട്. ഹലോ ചേട്ടാ, നമസ്കാരം. നമസ്കാരം. എന്താ പേരെന്താ? ജോപ്പൻ. ജോപ്പൻ ചേട്ടാ, നിങ്ങള് എവിടെ പോവപ്പോ ശരിക്കും? എങ്ങനെയാണ് യാത്രകളുടെ ഒക്കെ പ്ലാൻസുകളൊക്കെ? ഞാൻ കേരളത്തിൽ നിന്ന് കാശ്മീരിലേക്കുള്ള ഒരു യാത്രയിലാണ്. ഓക്കെ. അതായത് ലോ ആൾട്ടിറ്റ്യൂഡ് ടു ഹൈ ആൾട്ടിറ്റ്യൂഡ് എന്നുള്ള ഒരു തീമിലാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. അതായത് കേരളത്തിലാണ് ഇന്ത്യയിലെ ലോ ആൾട്ടിറ്റ്യൂഡായ കുട്ടനാടുള്ളത്. കുട്ടനാട്ടിൽ നിന്ന് തുടങ്ങി കാശ്മീരിലേക്കുള്ള ഹൈ ആൾട്ടിറ്റ്യൂഡിലുള്ള ഒരു യാത്രയിലാണ്. എല്ലാ ജില്ലകളും കവർ ചെയ്യും, എല്ലാ സ്റ്റേറ്റ്സും കവർ ചെയ്യും. എന്റെ ഒരു തീം എന്ന് പറഞ്ഞാൽ 14 ഡിസ്ട്രിക്ട്, കേരളത്തിലെ 14 ജില്ലകളും എന്നാൽ കഴിയുന്ന വിധത്തിൽ കയറി കാണുക എന്നുള്ളതാണ്. പിന്നെ 28 സ്റ്റേറ്റില് നമുക്ക് ചെന്നെത്താൻ പറ്റുന്ന ദൂരം എത്താൻ പറ്റുക. കാരണം നമുക്ക് കേരളത്തിൽ നിന്നും വളരെ ഡിഫറെൻ്റ് ആണ്. നമുക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഭാഷയുടെ പ്രശ്നങ്ങളുണ്ട്, അതുപോലെ തന്നെ കൾച്ചറിന്റെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ആൾക്കാരൊന്നും നമ്മളെ അക്സെപ്റ്റ് ചെയ്തൊന്നും വരികയില്ല. അതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളും പോയി കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. എങ്കിലും അവിടെ വെച്ച് നമുക്ക് കാണാൻ പറ്റുന്നത്രയും സ്ഥലങ്ങൾ 2 വർഷത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്ത് കാശ്മീരിൽ എത്തുക എന്നുള്ളതാണ്. 2 വർഷമാണ്. അതേപോലെ നാട് എവിടുന്ന വരുന്നത്? ചേട്ടന് എത്ര വയസ്സായി? ചേട്ടന്? എനിക്കിപ്പോ 48 വയസ്സാകുന്നു. 48 വയസ്സല്ലേ? ഈ മാസം 48 വയസ്സാകും. ചേട്ടന്റെ വരുമാനം എങ്ങനെ കണ്ടെത്തണപ്പോ? അപ്പൊ JJ എഞ്ചിനീയറിംഗ് വർക്ക്സ് എന്ന് എൻ്റെ അങ്കിളിന്റെ മോനൊരു സ്ഥാപനമുണ്ട്. അത്യാവശ്യ പൈസ ആവശ്യമുണ്ടെങ്കിൽ അവിടുത്തെ തൊഴിലാളികളാണ് തൊഴിലാളികൾ എൻ്റെ സുഹൃത്തുക്കളാണ്, അവരാണ് എന്നെ സഹായിക്കുന്നത്. പിന്നെ ഇപ്പൊ പല സ്ഥലങ്ങളിൽ നിന്നും ഇപ്പൊ നമ്മുടെ വീഡിയോ ഒക്കെ നിങ്ങളെപ്പോലുള്ള ആളുകൾ എടുത്തിടുന്നതുകൊണ്ട് പലരും അത് കണ്ടിട്ട് വഴിയിൽ ഭക്ഷണം വാങ്ങിച്ചു തരുമോ, പിന്നെ സാമ്പത്തികമായിട്ടും ഒക്കെ ചെറിയ രീതിയിലൊക്കെ പറ്റുന്ന രീതിയിലൊക്കെ സഹായിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അതാണ് നിങ്ങളെപ്പോലുള്ള യൂട്യൂബേഴ്സിനെ എനിക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം. താങ്ക് യു സോ മച്ച്. അടുത്ത യാത്ര എങ്ങോട്ടാണ്? നിലമ്പൂര് ടു എങ്ങോട്ടാ പോകുന്നത്? അല്ല, ഇനി ഞാനിപ്പോ മലപ്പുറത്തേക്ക് കയറിയിട്ട് 2 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോ ഇനിയിപ്പം മലപ്പുറത്തുനിന്ന് നിലമ്പൂര്, മഞ്ചേരി, അങ്ങനെ താഴോട്ടിറങ്ങി മമ്പാട് അവിടെ എല്ലാം കണ്ട് അങ്ങനെ ഒരു പെരിന്തൽമണ്ണ വരെയുള്ള ഒരു റൂട്ട് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അവിടെ കഴിഞ്ഞിട്ട് പിന്നെ കടപ്പുറത്തൂടെ വെളിയങ്കോട്, തൃശ്ശൂരിൻ്റെ സൈഡ് പിടിച്ച് പിന്നെ ഒന്നുകൂടെ മേളിലോട്ട് ഒരു സൈഡിലൂടെ കോഴിക്കോടിൻ്റെ സൈഡിലോട്ടൊന്ന് കട്ട് ചെയ്തിട്ട് പിന്നെയും കടപ്പുറത്തോട്ട് തന്നെ ഇറങ്ങി കോഴിക്കോട് കൂടെ കയറാനാണ് പ്ലാനല്ലേ? അപ്പോൾ വയനാട് അതുവഴി അങ്ങനെ പോവാം. കോഴിക്കോട് കയറിയിട്ട് കോഴിക്കോട് മൊത്തമായിട്ട് കണ്ടതിന് ശേഷം വയനാട് കയറി വയനാട്ടിൽ നിന്ന് താഴോട്ടിറങ്ങി കണ്ണൂർ സൈഡിലോട്ട് ഇറങ്ങി അങ്ങനെ പോകാനാണ് കാസർഗോഡ് എത്തി പോവുക എന്നുള്ളതാണ്. യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് കൊടുക്കാനുള്ള ഉപദേശം എന്താ? യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളോട് കൊടുക്കാനുള്ള ഉപദേശം എന്താ ചേട്ടന്? യാത്ര ചെയ്യാൻ ഞാനിപ്പോ ഈ 4 മാസമായി യാത്ര ചെയ്യുന്നു. അപ്പം 4 മാസത്തിനിടയ്ക്ക് ആൾക്കാർ ചോദിക്കുന്ന 2 ചോദ്യങ്ങളുണ്ട്. 1 സാമ്പത്തികം, 2 വീട് വിട്ടു പോരാനുള്ള ഒരു ബുദ്ധിമുട്ട്. നമ്മളൊരു കാര്യം ചെയ്യണമെന്ന് തോന്നിയാൽ അതിനങ്ങ് ഇറങ്ങിത്തിരിക്കുക, ബാക്കിയൊക്കെ പുറകെ വന്നോളൂ. അത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഓരോ മുട്ടാപ്പ് വെക്കുക, അതായത് അയ്യോ എൻ്റെ കുടുംബമുണ്ട്, അല്ലെ അവരെ നോക്കണം, എൻ്റെ ജോലിയുണ്ട്. ആ ജോലിയൊക്കെ ഉണ്ട്, പക്ഷേ അതിൽ നിന്നൊക്കെ ഒരു ലീവ് എടുക്കാനോ വല്ല സാഹചര്യം ഉള്ളവരും അതിന് ഇറങ്ങിത്തിരിക്കുക. അല്ലാതെ റിട്ടയർമെൻറ്റ് ലൈഫ് കഴിഞ്ഞിട്ട് ഫ്ലൈറ്റ് പിടിച്ച് കാശ്മീർ പോയി കണ്ട് ഞാൻ കാശ്മീർ പോയിട്ടുണ്ടെന്ന് പറയുന്നതിലും ഇതുപോലെ സൈക്കിളിൽ പോയിട്ട് റിസ്ക് എടുത്ത് പോയിട്ട് കണ്ടിട്ട് വന്നിട്ട് ചങ്കുറപ്പോടെ പറയാം ഞാൻ ഇവിടുന്ന് ചവിട്ടി പോയിട്ട് വന്ന ആളാന്ന് പറയാനുള്ളൊരു സുഖം, അത് രണ്ടും തന്നെയാണ്. ഞാൻ കാശ്മീർ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ കാണാൻ എൻ്റെ മനസ്സിൽ ഇപ്പൊ തന്നെ കാശ്മീരിന്റെ ഒരു ചിത്രമുണ്ട്. അതെ, അത് തീർച്ചയായിട്ടും. കാരണം എന്നെ കൊണ്ട് എത്താൻ പറ്റില്ല എന്ന് പല യൂട്യൂബേഴ്സും എടുത്തിട്ട വീഡിയോയുടെ അടിയിൽ നീ വണ്ടിക്കടിയിൽ പോയാലും ആ പട്ടിക്കുട്ടീനെ എടുത്ത് വെളിയിലിട്ടിട്ട് വേണ്ട എന്ന് പറഞ്ഞ
പല കമന്റുകളും കണ്ടതാണ്. അപ്പോ അതൊക്കെ കണ്ടിട്ട് നമ്മുടെ കൂട്ടുകാരൊക്കെ വിളിച്ചിട്ട് പറഞ്ഞ് അവന്മാരെയൊക്കെ എന്താ പറയണ്ടെന്ന് ചോദിച്ചതാണ്. ഞാൻ പറഞ്ഞ് വിട്ടുകള. ഞാൻ മാക്സിമം ഒരാളുടെ ഇതിൻ്റെ അകത്ത് 1000 കമന്റിന് വരെ ഞാൻ മറുപടി കൊടുത്ത് സ്നേഹത്തോടെ മറുപടി കൊടുത്ത ആളാണ്. പക്ഷെ ഇതുപോലുള്ള ഡയലോഗ് ഇടുന്നവനൊക്കെ സ്വന്തം പഞ്ചായത്ത് വിട്ട് വെളിയിൽ പോയിടണമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം പൊട്ടക്കുളത്തിലെ തവളകളെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. അവര് ആ പൊട്ടക്കുളം വിട്ട് വെളിയിൽ വന്നാലേ ഉള്ളൂ വലിയൊരു ലോകം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതേ ഉള്ളൂ എനിക്ക് ഈ നെഗറ്റീവ് കമന്റ് ഇടുന്നവരോട് പറയാനുള്ളത്. അതെല്ലായിടത്തും കാണുമല്ലോ, പോസിറ്റീവ് നെഗറ്റീവ്. ഈ പപ്പിക്കുട്ടിനെ കൊണ്ടുപോകാനുള്ള ഇൻസ്പിറേഷൻ എന്താണ്? ഇല്ല, അവക്കൊരു 8 വയസ്സുണ്ട്. എന്റെ കൂടെ തന്നെ വീട്ടില് ഏറ്റവും ഇഷ്ടം അവക്ക് തന്നെയാണ്. പിന്നെ എന്റെ കൂടെ സ്കൂട്ടറിൽ യാത്ര ചെയ്യുക, ബൈക്കിന്റെ പുറകിൽ കയറി ഇരുന്ന് യാത്ര ചെയ്യുക, അതൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ അവളെ ഇട്ടിട്ട് പോന്നാല് അവള് ശരിക്കും ഭക്ഷണം പോലും കഴിക്കുകയില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ്. അത് ആൾക്കാർക്ക് അറിയില്ല. നമ്മളൊരു പെറ്റിനെ വളർത്തുന്ന, അവരെ സ്നേഹിച്ച് വളർത്തിയാലും സ്നേഹിക്കാതെ വളർത്തുന്ന 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വന്നാൽ കുറയ്ക്കാൻ വേണ്ടി മാത്രം കൂട്ടി മാത്രം ഇട്ട് വളർത്തുന്നത്. അങ്ങനെയല്ല. ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് വീടിൻ്റെ അകത്തും പുറത്തും ഒക്കെ ആയിട്ട് സ്നേഹിച്ച് വളർത്തിയ സാധനമാണ്. ഇവളെ റെയറായിട്ടാണ് നമ്മൾ കൂട്ടിലിടുന്നത്. അതായത് നമുക്ക് വീട്ടിൽ ആരും ഇല്ലാതെ നമ്മളൊന്ന് പുറത്ത് പോകേണ്ട സാഹചര്യം വന്നാൽ മാത്രം കൂട്ടിലിട്ടിട്ട് പോകുന്നതാണ്. എന്നാൽ പോലും ഞങ്ങൾ തിരിച്ചു വരാതെ കൂട്ടി വെച്ച ഭക്ഷണം പോലും കഴിക്കാത്ത ഒരു സാധനമാണിത്. അങ്ങനത്തെ ഒരു ടീമാണ്. ഒരാളെങ്ങനെ ഇട്ടിട്ട് വരല്ലേ. ഏറ്റവും കുറഞ്ഞ ഒരു കാര്യം പറയാം. ഞാൻ എൻ്റെ സഹോദരിയുടെ വീട് അവിടുന്ന് കോട്ടയം ജില്ലയിൽ തന്നെയാണ്. കുറച്ച് ലോങ് ആണ്. എനിക്ക് അവിടെ ഇച്ചിരി പരിപാടികളുണ്ടായിരുന്നു അവരുടെ വീട്ടിൽ. അതിനുവേണ്ടി പോയി ഒരു 2 ദിവസം ഞാൻ അവിടെ നിൽക്കേണ്ടി വന്നു. പോയിട്ട് ഞാൻ തിരിച്ചു വരുന്നിടം വരെ പിള്ളേർ കൊടുക്കുന്ന ഫുഡ് പോലും കഴിക്കാത്ത ആളായി. വെള്ളം മാത്രം കുടിച്ച് ജീവിച്ച ഒരു സാധനം. അതിനെ ഞാൻ എങ്ങനെ വീട്ടിലിട്ടിട്ട് പോരും? ഈ നെഗറ്റീവ് പറയുന്ന ആൾക്കാർക്ക് ഞാനും അവളുമായിട്ടുള്ള ഒരു ആത്മബന്ധത്തെ കുറിച്ച് അറിയില്ലാത്തതുകൊണ്ടാണ്. അതേസമയത്ത് ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, നിങ്ങളിവിടെ ഞാനിപ്പം ഇറങ്ങി വന്നു കഴിഞ്ഞ് നിങ്ങൾ കണ്ടല്ലോ, അവളെ ജസ്റ്റ് ഇവിടെ ഇറക്കിയിട്ട് ഞാൻ ഇറക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ട് എങ്ങനെയാണ് അവൾ എന്നോട് പെരുമാറുന്നത്. അപ്പം അതൊക്കെയാണ് നമുക്ക് ആ നായ്ക്കുട്ടീനെ കൊണ്ടുപോകാനുള്ള ഒരു ഇത്. കാരണം അവള് സേഫാണ്, അവൾക്കും അറിയാം, ഞാനും സേഫാണ്. ആരെങ്കിലും വന്നാൽ ഒന്ന് കുരയ്ക്കുകയും ചെയ്യും. ഇന്നലെ വൈകിട്ട് ഇതിൽ ഇന്നലെ രാത്രി ഒരു 12 മണിയൊക്കെ ആയപ്പോഴാണ് തോന്നുന്നത് ഈ കൺട്രോൾ പോലീസിന്റെ വണ്ടി അവിടെ കൊണ്ടുവന്ന് നിർത്തി ഒന്ന് ചെറുതായിട്ട് റേസ് ചെയ്തപ്പോ ഇവിടെ കിടന്ന് കുരച്ചായിരുന്നു. അങ്ങനെ സൈഡിൽ അന്നേരം ഞാൻ എഴുന്നേറ്റ് നോക്കിയപ്പോ ആ സൈഡിൽ പോലീസ് വണ്ടി വന്ന് കിടപ്പുണ്ട്. അങ്ങനെയൊക്കെയാണ്. അപ്പൊ ജോബിൻ ചേട്ടാ, എന്തായാലും യാത്രകളൊക്കെ അടിപൊളിയായി. കാശ്മീരിൽ എത്തിയിട്ട് നിങ്ങളെ ആഗ്രഹമൊക്കെ സഫലീകരിക്കാൻ പറ്റട്ടെ, പരിചയപ്പെടാൻ പറ്റിയതൊക്കെ താങ്ക് യു സോ മച്ച്. അപ്പോ യാത്രകളൊക്കെ കഴിഞ്ഞിട്ട് പറ്റുമെങ്കിൽ നിലമ്പൂർക്ക് ഒരിക്കൽ കൂടി ഇറങ്ങണം. താങ്ക് യു സോ മച്ച്. പരിചയപ്പെടാൻ പറ്റില്ല, താങ്ക് യു. ഭക്ഷണം കഴിച്ചോ? ഇല്ല. ഫ്രഷ് ആയിട്ട് പറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. ഫ്രഷ് ആയിട്ടില്ല. നിങ്ങൾ ഇച്ചിരി എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നോണ്ട് ഇച്ചിരി താമസിച്ചാ കിടന്നത്. അതുകൊണ്ടാണ്. കുഴപ്പമില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. എന്തായാലും പപ്പിക്കുട്ടി കുഞ്ഞിനെ ഒന്ന് ഇറക്കാം. വീഡിയോ എടുത്തേ. സത്യം പറഞ്ഞാൽ ഇങ്ങോട്ട് യാത്ര എല്ലാവർക്കും ഇൻസ്പിറേഷൻ ആണ്. 48 വയസ്സിലും ഇതേപോലെ സൈക്കിൾ ഓടിച്ച് എന്താ പറയാ 14 ജില്ലയും 28 സ്റ്റേറ്റും കവർ ചെയ്ത് യാത്ര ചെയ്യാനുള്ള മൂപ്പര മനസ്സുണ്ടല്ലോ. നമ്മള് എന്താ പറയാ എല്ലാവർക്കും, യൂത്തിനും എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആണ്. അപ്പോൾ വീട്ടിൽ വെറുതെ നിൽക്കാതെ പുറത്തേക്ക് ഇറങ്ങി തിരിക്കാന്ന് മൂപ്പര് കൊടുക്കുന്ന സന്ദേശം. എല്ലാവരും ഇതുപോലൊക്കെ യാത്ര ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ സീ യു ബൈ. അപ്പോൾ സൈനിങ് ഓഫ്, നിലമ്പൂർ ടോക്സ്.